പൊളിറ്റിക്കലായിട്ടുള്ള വന്ന് ഇറങ്ങിയ കോൺട്രവേഴ്സീസ് വരും. അതിൻ്റെ ഒരു ഞാനില്ല. അപ്പോൾ പുള്ളി എന്നോട് എനിക്ക് ഒരു ന്യായ പൈസ എന്നേറ്റ് ഡീലിംഗ് വേണ്ട, നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ എനിക്കിത് ഫെസിലിറ്റേറ്റ് ചെയ്യണം. എൻ്റെ ആളുകൾക്ക്, എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള പാവങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഫെസിലിറ്റിയാണിത്, അത് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ ഇതിൻ്റെ പേരിലാണ് ഞാൻ പോയിരുന്നത്. ഇവിടെ പോയി നിങ്ങൾ കക്ഷിഭേദമന്യെന്ന് അന്വേഷിച്ച് നോക്കും. ഞങ്ങളൊക്കെ കണ്ടതാണ് അവിടെ. കക്ഷിഭേദമായത് അന്വേഷിച്ചാൽ പോലും അദ്ദേഹത്തിനെ പറ്റി ഒരാൾ നല്ലതല്ലാതെ പറയില്ല. അല്ല, അത് എനിക്കറിയില്ല. അതിപ്പോൾ ഞാൻ മറുപടി ഞാൻ ആളല്ല എന്ന് വെച്ചാൽ അത് വി ഡി സതീശൻ മറുപടി പറഞ്ഞ ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു നയാ പൈസ ഇല്ല. അത് ആരെങ്കിലും പ്രൂവ് ചെയ്തതാണെങ്കിൽ ഞാൻ ഐ എം റെഡി ടു ഡു എനിക്ക് ഒരു അദ്ദേഹം ഞാൻ ആദ്യമേ എന്നെ എതിർത്താണ് ഈ പദ്ധതിക്ക് എന്നെ വിളിച്ചപ്പോൾ. ഒരു റീ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ് എന്ന ആൾക്ക് എന്നോട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലായിട്ടുള്ള വന്ന് ഇറങ്ങിയ കോൺട്രവേഴ്സീസ് വരും. അതിൻ്റെ ഒരു ഞാനില്ല. അപ്പോൾ പുള്ളി എന്നോട് എനിക്ക് ഒരു ന്യായ പൈസ എന്നേറ്റ് ഡീലിംഗ് വേണ്ട, നിങ്ങൾ ഡയറക്റ്റ് ചെയ്താൽ എനിക്കിത് ഫെസിലിറ്റേറ്റ് ചെയ്യണം. എൻ്റെ ആളുകൾക്ക്, എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള പാവങ്ങൾക്ക് കിട്ടേണ്ട ഒരു ഫെസിലിറ്റിയാണിത്, അത് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ ഇതിൻ്റെ പേരിലാണ് ഞാൻ പോയിരുന്നത്. അത് തന്നെ ഞങ്ങൾ പല ഡിസ്കഷൻ കഴിഞ്ഞ് ഞങ്ങൾ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി എല്ലാ സംഗതിയിലും ചെയ്തതാണ്. വളരെ നല്ല എന്തുമാത്രം ആളുകൾക്ക്. ഞങ്ങൾ 25 വീടും കൊണ്ട് തുടങ്ങിയിട്ട് 200 വീടും ഇപ്പം 300 കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെയൊന്നും. അതൊക്കെ അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്യണം. ഏറ്റവും നല്ലൊരു സേവനം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം ആ കാര്യത്തിൽ, ആ നിയോജക മണ്ഡലത്തിൽ. അവിടെ പോയി നിങ്ങൾ കക്ഷിഭേദമന്യെന്ന് അന്വേഷിച്ച് നോക്കും. ഞങ്ങളൊക്കെ കണ്ടതാണ് അവിടെ. കക്ഷിഭേദമായത് അന്വേഷിച്ചാൽ പോലും അദ്ദേഹത്തിനെ പറ്റി ഒരാൾ നല്ലതല്ലാതെ പറയില്ല. അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിക്കാർ പോലും. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ താല്പര്യം വന്നത്. അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കലായിട്ട് സംഗതിക്ക് ഇടപെടാൻ ഞങ്ങൾ ഈ സാമൂഹികമായിട്ട് നടക്കുന്ന ആൾക്ക് അതിൻ്റെ വെറുതെ കോൺട്രവേഴ്സിയിലേക്ക് എന്ത് പറഞ്ഞല്ലോ. ഇതാണ് ഇപ്പോൾ ഉള്ളത്. പലരും എന്നോട് പലരും ചോദിക്കുന്നവർ എന്തിന് വെറുതെ ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി പോയിരുന്നു. വിദേശ ഫണ്ട് ആകപ്പാടെ 20,000 പൗണ്ടായിട്ടേ വന്നിട്ടുള്ളൂ. ഒരു എമൗണ്ടേ അല്ല, ഒരു കുറ്റം പറയാൻ പോലുള്ള എമൗണ്ട് അല്ല. അതിനിരട്ടിക്ക് വയസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആകപ്പാടെ ഒന്നിച്ചെല്ലാം കൂടി ഞങ്ങൾ ഡയറക്റ്റ് ഡീൽ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരുപാടുണ്ട്. അതെല്ലാം ഡയറക്റ്റ് ഇവരെ കണക്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഗൾഫാർ മുഹമ്മദ് അലി, അദ്ദേഹം 10 വീട് കൊടുത്തു. ആ 10 വീടും ആ 10 വീടിൻ്റെ ആളുകളെ ഡയറക്റ്റ് 10 ആളെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വരുന്നത് ആസ്റ്റർ വോളണ്ടിയേഴ്സ് 25 വീട് കൊടുത്തു. അവർ 25 പേര് അവരുടെ ആളുകൾ വന്നിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്നവർക്കൊക്കെ വീട് ഞങ്ങൾ 22 ലാഖ്. ഇത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, 100 കുട്ടികളെ സേവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഇറക്കിക്കൊണ്ട് എല്ലാ ബേസ് ലൈൻ സർവേ നടത്തിയിട്ട് ഒരു പ്രൊഫഷണൽ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് ആ ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാരി വ്യവസായി അസോസിയേഷൻ, അവിടുത്തെ മറ്റുള്ള എല്ലാ ആളുകളേറ്റും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പലതും പ്രതിപക്ഷ പഞ്ചായത്തുകളായിരുന്നു അന്ന സമയത്ത്, അവരൊക്കെ കൂടി സമ്മതത്തോട് കൂടിയിട്ട് ഉണ്ടാക്കിയ ലിസ്റ്റ് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ സുതാര്യത എന്താ കാണിക്കുക? പിന്നെ രാഷ്ട്രീയം വെച്ചുകൊണ്ട് അങ്ങോട്ടും പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് അതൊക്കെ നഷ്ടപ്പെടുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് വേറെ ഒരു ആവശ്യമില്ലാത്ത വിവാദം. അത്രേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിലാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ നടക്കുന്നത്. എൻ്റെ അഭ്യർത്ഥന വാങ്ങിച്ചിരുന്നു അദ്ദേഹം വന്നത്. ഈ സാങ്കേതികത്വം എനിക്ക് അറിഞ്ഞുകൂടാ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ. അദ്ദേഹം ഒരു ഉദാഹരണമാണ് പറഞ്ഞത്, പണമല്ല ചോദിച്ചിരിക്കുന്നത്. ഇപ്പം സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു 100 രൂപ തരികയാണെങ്കിൽ അത് ഇന്ന ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഇത്രയും ആൾക്കാർ ബെനിഫിഷ്യറി ആവുന്നു. അതൊരു ജനപ്രതിനിധി ആൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതിലാണ്. ഞങ്ങളാണ് ഇത് ചെയ്തത്. ഞങ്ങളെന്ന് ഞങ്ങളെ ക്രെഡിബിലിറ്റി എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുത്തെ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള NGO, ഞങ്ങളൊരു ക്രെഡിബിൾ ആയിട്ടുള്ള വേറെ NGOക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന പണമാണ്. അതിൽ വേറെ യാതൊരു സുതാര്യതക്കുറവൊന്നുമില്ല. ആബ്സല്യൂട്ട്ലി ട്രാൻസ്പെറൻറ്റ്. എന്തെങ്കിലും ഉണ്ടോ വേറെ ചോദിക്കാൻ? എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. വിജിലൻസ് ചോദിക്കാൻ പറ്റാ. ഞാൻ പറഞ്ഞില്ല, ഒരു ഫുൾ ഡേ എന്നെ നിർത്തി പൊരിച്ചിട്ടുണ്ട് അവർ. അതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഞാനെന്ത് പറയാൻ? ഐ തിങ്ക് സോ. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് ഇപ്പോഴും. അല്ലാതെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. എത്ര കഷ്ടമായിട്ട് ഞങ്ങളെപ്പോലെ ബിസിനസ്സുകാർക്കൊക്കെ ഇതുപോലെ ഉറച്ചു വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ പോലെ ആവണമെന്നുണ്ടാവില്ല. സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ളതിൻ്റെ പേര് ഞാൻ വീണ്ടും ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. മറ്റുള്ളവർ തോന്നുന്നു എന്തിനീ പൊല്ലാപ്പിന് പോകുന്നു തോന്നുന്നു. എന്നോട് പലരും ചോദിച്ച സംഗതിയാണ്. എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ വരുന്ന ഇല്ലാതെയൊക്കെ ഇതുണ്ട്.